ബീഹാർ പിടിക്കാൻ വോട്ട് യുദ്ധം. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മഹാസഖ്യത്തിന്റെ സംയുക്ത പ്രകടന പത്രിക പുറത്തിറക്കുകയാണെന്ന്. അതേസമയം അടുത്ത ഘട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രധാനമന്ത്രി മോദി ഒക്ടോബർ 30-ന് മുസാഫർപൂരിലും ഛപ്രയിലും എത്തും. പ്രചാരണ പരിപാടികൾക്കായി പ്രിയങ്ക ഗാന്ധി ഇന്ന് ബഗുസാരായിലെത്തും. രാകേഷ് തന്നെയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. രാകേഷ്, ഈ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ അതെന്തൊക്കെയായിരിക്കുമെന്ന് വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? ബീഹാറിൽ ഒന്നാം ഘട്ട വോട്ടെടുപ്പിലേക്ക് പോകാൻ ഇനി 9 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. ഇന്ന് ഏതായാലും പട്നയിൽ മഹാസഖ്യത്തിന്റെ പ്രകടന പത്രിക പുറത്തിറക്കുകയാണ്. നേരത്തെ ഇന്ത്യ സഖ്യ നേതാക്കൾ സാമൂഹ്യ നീതി ഉയർത്തിപ്പിടിച്ചതായിരിക്കും പ്രകടന പത്രിക എന്ന് വ്യക്തമാക്കിയിരുന്നു. ഒപ്പം തന്നെ തേജസ്വി യാദവ് ചില പ്രഖ്യാപനങ്ങളും പല ഘട്ടങ്ങളിലായി നടത്തിയിട്ടുണ്ട്. ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രകടന പത്രികയാകും എന്നാണ് ഇന്ത്യ സഖ്യ നേതാക്കൾ അറിയിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് വോട്ടവകാശ യാത്രയിലൊക്കെ തന്നെ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചിരുന്ന ഒന്ന് സംസ്ഥാനത്തെ തൊഴിലില്ലായ്മ, യുവാക്കൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന തൊഴിലില്ലായ്മ തന്നെയാണ്. അപ്പോൾ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യം ഇന്ത്യ സഖ്യത്തിനുണ്ട്. അക്കാര്യത്തിൽ ഊന്നൽ പ്രകടന പത്രികയിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കൂടാതെ ജോലിക്കായി കുടിയേറ്റം പല സംസ്ഥാനങ്ങളിലേക്കും ബീഹാറിൽ നിന്ന് വലിയ തോതിൽ ആളുകൾ, പ്രത്യേകിച്ച് കേരളം അടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ കുടിയേറ്റം തടയാനുള്ള ഇടപെടൽ, അവർക്ക് സംസ്ഥാനത്ത് തന്നെ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുക എന്ന ലക്ഷ്യം സർക്കാരുകൾക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് മുമ്പിലുണ്ട്. അത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ ഊന്നൽ നൽകിക്കൊണ്ടുള്ളതായിരിക്കും പ്രകടന പത്രിക എന്നാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യ നേതാക്കൾ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും ഇന്ത്യ സഖ്യം അതിന്റെ പ്രചാരണം അടുത്ത ഘട്ടത്തിലേക്ക് കൂടി കടക്കുകയാണ്. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരത്തെ ഇതിനോടകം തന്നെ സംസ്ഥാനത്ത് പ്രചാരണം ആരംഭിച്ചിട്ടുണ്ട്. അദ്ദേഹം ബെഗുസരായിലൊക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ മാർച്ച് റാലിയിൽ പങ്കെടുത്തതാണ്. ഏതായാലും രാഹുൽ ഗാന്ധി, പ്രത്യേകിച്ച് വോട്ടവകാശ യാത്ര സെപ്റ്റംബർ മാസത്തിൽ അവസാനിച്ചതാണ്. അത് കഴിഞ്ഞപ്പോൾ ഏതാണ്ട് 57 ദിവസം പിന്നിട്ടിരിക്കുന്നു. പക്ഷേ രാഹുൽ ഗാന്ധി പ്രചാരണത്തിനായി പിന്നീട് സംസ്ഥാനത്ത് എത്തിയിട്ടില്ല. ഇത് വലിയ തോതിൽ ചർച്ചയാകുന്നുണ്ട്. ഈ ഘട്ടത്തിൽ നാളെ രാഹുൽ ഗാന്ധി ഏതായാലും മുസഫർപൂരിൽ അടക്കം തേജസ്വി യാദവിനൊപ്പം റാലിയിൽ പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ രാഹുൽ ഗാന്ധി കൂടി സംസ്ഥാനത്ത് പ്രചാരണത്തിന് ശക്തമാവുകയാണ്. ഒപ്പം പ്രിയങ്ക ഗാന്ധിയും ഇന്ന് സംസ്ഥാനത്ത് വിവിധ കേന്ദ്രങ്ങളിൽ റാലിയിൽ പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഏതായാലും NDAക്ക് പ്രചാരണത്തിന് മുന്നിൽ നിൽക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ്. നരേന്ദ്രമോദിയിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് NDAയുടെ പ്രചാരണം. ഏതായാലും ഒന്നാം ഘട്ട പ്രചാരണം ഇപ്പോൾ മോദി കഴിഞ്ഞ ദിവസം ബെഗുസരയിൽ അടക്കം നടത്തിയിരുന്നു. രണ്ടാം ഘട്ട പ്രചാരണത്തിനായി 30-ാം തീയതി വീണ്ടും സംസ്ഥാനത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുകയാണ്. അനുശ്രീ. ശരി, രാകേഷാണ് കൂടുതൽ വിവരങ്ങൾ.